അപ്പോൾ കേരളത്തിൽ ലോകായുക്ത നിലവിൽ വരുന്നത് രൂപീകരണം നടക്കുന്നത് 1998 നവംബർ 15-നാണ്. കാരണം എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അന്നത്തെ കേരള ഗവർണറായിട്ടുള്ള സുഖ്ദേവ് സിംഗ് കങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നു. ആ ഓർഡിനൻസിൻ്റെ ഫലമായിട്ടാണ് 1998 നവംബർ 15-ന് ഈ ഒരു ലോകായുക്ത കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നിയമസഭയിൽ ഇത് അംഗീകരിക്കപ്പെടുന്നത്. ഇതൊരു ആക്റ്റായിട്ട് നിലവിൽ വരുന്നത് നിയമസഭയിൽ വെച്ചിട്ട് അത് നിലവിൽ വരുന്നു. 1999 മാർച്ച് 4-നാണ് ഈ ഒരു കാര്യം നിലവിൽ വരുന്നതെന്ന് പറയാം. കാരണം ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നാൽ ഒരു വിത്തിൻ 6 മന്ത്സ് അതിനെ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, അതിനെ അപ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നതാണ്. 1998 നവംബർ 15-ന് നിലവിൽ വന്നു ഓർഡിനൻസ് ഫലമായി. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് അംഗീകരിക്കപ്പെടുന്നു. അങ്ങനെ 1999 മാർച്ച് 4-നാണ് ആ ഒരു അപ്രൂവൽ കിട്ടുന്നത്. അങ്ങനെ നിയമം നിലവിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഈ സമയത്തെന്ന് പറഞ്ഞാൽ ഇ കെ നയനാറിൻ്റെ മിനിസ്ട്രി ആയിരുന്നു. ആ സമയത്താണ് ഈ ലോകായുക്ത വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. ലോകായുക്ത നിലവിൽ വരുന്നത് ആരായിരുന്നു അന്നത്തെ CM എന്ന് പറയുന്നത്? ആ സമയത്തുള്ള ഇ കെ നയനാറായിരുന്നു. ഓക്കെ. അതുപോലെ കേരളത്തിൽ കേരള പബ്ലിക് മെൻസ് കറപ്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇൻക്വയറീസ് ആക്ട് ഉണ്ടായിരുന്നു 1987. അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ലോകായുക്തയ്ക്ക് വന്നത്. അപ്പോൾ ദിസ് ലോ റീപ്ലേസ്ഡ്, ഈ ലോകായുക്ത നിയമം എന്ന് പറയുന്നത് ഏത് ലോയാണ് റീപ്ലേസ് ചെയ്തത്? കേരള പബ്ലിക് മെൻസ് കറപ്ഷൻ, അല്ലേ? പബ്ലിക് മെൻസ് കറപ്ഷൻ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഇൻക്വയറീസ് ആക്ട് 1987. അതിന് മുന്നേ ഉണ്ടായിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ലോകായുക്ത വന്നത്, ലോകായുക്ത ആക്ട് വന്നത്. ഇനി അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് കൊടുക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ചു. അതായത് 2005 വീരപ്പ മൊയ്ലി സെക്കൻഡ് ARC സമയത്ത്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ സമയത്ത് ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അത് ആരും അങ്ങനെ അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി സ്റ്റാറ്റ്യൂട്ടറി ബോഡി തമ്മിലുള്ള ഡിഫറൻസ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ഒരു നിയമം മൂലം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതിനെ സിംപ്ലി നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു അതിൻ്റെ ഭേദഗതി ചെയ്യാനോ ഒക്കെ എളുപ്പമാണ്. കാരണം നിയമം വഴി തന്നെ, ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് വഴി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്താനോ ഒക്കെ പറ്റും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞപ്പോൾ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ NHRC പോലുള്ളതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളതല്ല, അതൊക്കെ സ്റ്റാറ്റ്യൂട്ടറിയാണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് വേണ്ടി ആർട്ടിക്കിൾസ് ഉണ്ട്. അതിനെ നമുക്ക് മാറ്റണമെങ്കിൽ വളരെ സിമ്പിൾ പ്രൊസീജിയർ അല്ല, അതിനെ അമെൻഡ് ചെയ്യണം. അമെൻഡ് ചെയ്തിട്ട് ശേഷം മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ദാറ്റ് ഇസ് 368 368 അതുവഴി അമെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അതിനെ മാറ്റാനായിട്ട് പറ്റൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ലോക്പാലിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ആൾക്കാരെ നമ്മൾ പറഞ്ഞു. ഇനി ഗവൺമെൻറ് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി ഫണ്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം അതിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ളവരെല്ലാം ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും. അതായത് ഗവൺമെൻറ് ഫുള്ളി ഫണ്ട് ചെയ്തിട്ടുള്ളതോ പാർഷ്യലി ഫണ്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇതിൽ വരും. പക്ഷേ ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ളവരെല്ലാം ഇതിന് പുറത്താണ് വരുന്നത്, ഇതിൻ്റെ ജൂറിസ്ഡിക്ഷനിലല്ല വരുന്നത്. പിന്നെ ഇതിനൊരു സെർച്ച് കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം സെലക്ഷൻ കമ്മിറ്റി നമുക്കറിയാം, പ്രൈം മിനിസ്റ്ററൊക്കെ ചേർന്നിട്ടുള്ളതാണ്. ലോക്സഭ സ്പീക്കർ, അതുപോലെ തന്നെ ലോക്സഭയിലെ ഒപ്പോസിഷൻ ലീഡർ, ഇവരെല്ലാം ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ CJI ഉണ്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ഒരു ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, എമിനന്റ് ജൂറിസ്റ്റ്, ഇവരെല്ലാം ചേരുന്നതാണ് സെലക്ഷൻ കമ്മിറ്റി. അപ്പോൾ ഈ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് ആൾക്കാരെ ഇങ്ങനെ സെർച്ച് ചെയ്ത്, എവിടെയൊക്കെയാണ് നല്ല ആൾക്കാരുള്ള, ലോക്പാലിലെ ചെയർപേഴ്സണൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇത് സെർച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് സെർച്ച് കമ്മിറ്റിയിലുള്ളത്. അപ്പോൾ ഈ സെർച്ച് കമ്മിറ്റിയിലുള്ള പകുതിയോളം ആൾക്കാരെന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് സെലക്ഷൻ കമ്മിറ്റിയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാ. അതിനകത്തുള്ള പകുതിയോളം ആൾക്കാർ SC ST OBC മൈനോറിറ്റി വിമൻ, അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ CBI, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, CBI എന്ന് പറയുമ്പോൾ ഓഫീസേഴ്സിനെയാണ് ഇവർ ഇൻവെസ്റ്റിഗേഷൻ പ്രധാനമായിട്ട് ഏൽപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ഇവരെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. CBI ഉദ്യോഗസ്ഥനെ, അതിന് ഇവരുടെ അനുമതി വേണം. ലോക്പാലിൻ്റെ അനുമതി ഇല്ലാതെ മാറ്റാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യിക്കാനോ ചേഞ്ച് ചെയ്യിക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെയൊക്കെ റൂൾസ് ഉണ്ട്. അപ്പോൾ ഈ CBI ഇൻക്വയറി നടക്കുകയാണ് ഒരു കറപ്ഷൻ കേസ് വരുമ്പോഴത്തേക്കെങ്കിൽ ഫസ്റ്റ് ഒരു പ്രിലിമിനറി അനാലിസിസ് ഉണ്ട്, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് മെയിൻ ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ ട്രയൽ ഉണ്ട്, വിചാരണയുണ്ട്.
അപ്പോൾ ഇതിനെല്ലാം ഉള്ള സമയം കൊടുത്തിട്ടുണ്ട്. അതായത് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ ഒരു 3 മാസമാണ് സമയം. അതായത് 90 ദിവസമാണ് അതിൻ്റെ സമയം. പിന്നെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തൊരു 3 മാസം കൂടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് 6 മാസമാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ സമയമെന്ന് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും 6 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ട്രയൽ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. വീണ്ടും ഒരു 1 ഇയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ഒരു ഇത് പോകുന്നത്. പഠിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഇവർക്കൊരു സിവിൽ കോർട്ടിൻ്റെ ഇതാണെന്ന് പറഞ്ഞല്ലേ, ഇക്വലൻ്റ് ആണ് ഇവരെന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കോർട്ട് പോലത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. ഒരു ടു അച്ചീവ് സ്പെഷ്യൽ കോർട്ട്സ് സെറ്റപ്പ്, സ്പെഷ്യൽ കോർട്ട്സും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ സെക്ഷനിലാണ്, ഈ ലോയുടെ ഏതൊക്കെ സെക്ഷനിലാണ് ഇതൊക്കെ പറയുന്നത് ഞാൻ പിന്നീട് പറയും. അതുപോലെ ഇനി ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ഇവരുടെ മാക്സിമം പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 7 years ആണ്. 7 years to 10 years ആണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7 years to 10 years. അതുപോലെ തന്നെ ഈ CBIയുടെ ഡയറക്ടറെ നിയോഗിക്കുന്ന സമയത്ത്, അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്മിറ്റിയിൽ അതിൻ്റെ ചെയർപേഴ്സണായിട്ട് ആക്ട് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അപ്പം പ്രൈം മിനിസ്റ്ററിന് എന്താണ്, ആ ഒരു CBI ഡയറക്ടറിനെ നിയോഗിക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്ററാണ് അവിടുത്തെ ചെയർപേഴ്സണായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ഒന്നും ട്രാൻസ്പെറൻ്റ് അല്ല. ഇതിൻ്റെ ഒരു ലിമിറ്റേഷനും അതാണ്, സുതാര്യമല്ല. പ്രൈം മിനിസ്റ്ററിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അവരൊരു കറപ്ഷൻ കാണിച്ചാൽ അവരെയൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോക്പാൽ വന്നിട്ടുള്ളത്. പക്ഷേ അതേ പ്രൈം മിനിസ്റ്റർ തന്നെയാണ് CBI ഡയറക്ടറെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ചെയർപേഴ്സണായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അവർക്ക് സെലക്ട് ചെയ്യാം, ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാം, കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് കൊണ്ടുപോകാം. അപ്പോൾ ഒരു കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് അല്ല, ഒന്നും പ്രോപ്പറായിട്ട്. ലോക്പാൽ എന്ന് പറയുന്നത് ടൂത്ത്ലെസ് ടൈഗർ ആണ് എന്ന് പലപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ ലോകായുക്ത എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൂത്ത്ലെസ് ടൈഗർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അതായത് ടൈഗർ ആണോ എന്ന് വെച്ചാൽ ആണ്, പക്ഷെ അതിന് പവർ ഉണ്ടോ? ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ സാരം. അത് കഴിഞ്ഞിട്ട് ഉള്ളത് മിനിമം പണിഷ്മെൻ്റ് ആണ് 3 years എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ അണ്ടറിൽ തന്നെയാണ് സെക്ഷൻ 7, 8, 9, 12 ഈ സെക്ഷൻസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മിനിമം പണിഷ്മെൻറ്റ് 3 years ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സെക്ഷൻ 15 പ്രകാരം പണിഷ്മെൻറ്റ് ഫോർ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു ശ്രമം നടത്തി, അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം എന്നാൽ വിജയിച്ചില്ല, കറപ്ഷൻ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളതിനൊക്കെ ആണെങ്കിൽ 2 years ആണ് ഒരു മിനിമം പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 15 അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. പണിഷ്മെൻറ്റ് ഫോർ അറ്റംപ്റ്റ് ഈസ് 2 years. മറ്റേതെന്താണ്? മിനിമം പണിഷ്മെൻറ്റ് സെക്ഷൻ 7, 8, 9, 12 അണ്ടർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഈസ് 3 years. മാക്സിമം എന്ന് പറഞ്ഞാൽ 7 years to 10 years ആണ് അണ്ടർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. സോ ദീസ് ആർ ദ തിങ്സ്. പിന്നെ അത് കഴിഞ്ഞ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്ന ആദ്യത്തെ കോമൺവെൽത്ത് രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലാൻഡാണ്. അപ്പോൾ ഇതൊരു പാർലമെൻ്ററി കമ്മീഷണർ ആയിട്ടാണ് ഈ ഓംബുഡ്സ്മാനെ അവർ നിയോഗിച്ചത്. ഇറ്റ്സ് എ ഫോം ഓഫ് എ പാർലമെൻ്ററി കമ്മീഷണർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ 1962, 1962. ബ്രിട്ടനിൽ 1967 ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് 1967 വരുന്നു. ഓക്കെ, അപ്പം ന്യൂസിലാൻഡിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോമൺവെൽത്ത് കൺട്രിയാണ് ടു അഡോപ്റ്റ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എ പാർലമെൻ്ററി കമ്മീഷണർ ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ 1962. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ദാറ്റ് ഈസ് 2017 ഏപ്രിൽ 27 സുപ്രീം കോടതി എന്താണ് ഒരു വിധി പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്പാലിൽ എന്താണ് അപ്പോയിൻമെൻറ്റ് നടത്തണം. അതായത് ചെയർപേഴ്സണെ നിയോഗിക്കുന്ന സമയത്ത് അവിടെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള ആൾക്കാർ വേണ്ടേ. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീഡർ ഓഫ് ഒപ്പോസിഷൻ. ഇനി ആ ഒപ്പോസിഷൻ്റെ ലീഡർ അവിടെ ഇല്ല എങ്കിൽ, അങ്ങനെ ഔദ്യോഗികമായിട്ടൊരു ലീഡർ ഇല്ല, പ്രതിപക്ഷ നേതാവ് ആ ഒരു ഇതിലില്ല, ഒപ്പോസിഷൻ ലീഡർ ഉണ്ടായിട്ടില്ല, അങ്ങനെ നിയോഗിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവർ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. പകരം ആ സഭയിലുള്ള ഏറ്റവും ഭൂരിപക്ഷം കൂടിയ ഒരു ഒപ്പോസിഷൻ പാർട്ടിയുടെ ഒരു നേതാവായാലും മതി അവിടെ വരുന്നത്. അതായത് ഒപ്പോസിഷൻ ലീഡർ ആവണമെന്നില്ല. നമ്മുടെ ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി അല്ലേ. അപ്പോൾ അദ്ദേഹം നിയോഗിക്കപ്പെട്ടിട്ടില്ല, ഒരു ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം നിയോഗിക്കപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായിട്ട് ഒരാളും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ലാത്ത സാഹചര്യത്തിലും എന്ത് ചെയ്യാം, വേറൊരു ഭൂരിപക്ഷമുള്ള ഒരു ഒപ്പോസിഷൻ പാർട്ടിയുടെ, നല്ല ഭൂരിപക്ഷമുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ പാർട്ടിയുടെ എന്തായാലും മതി, അതിൻ്റെ നേതാവായാലും മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ വരുന്നത്. അങ്ങനെ സുപ്രീം കോടതി 2017 ഏപ്രിൽ 27 ഒരു വിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതൊരു ടൂത്ത്ലെസ് ടൈഗർ ആണ് അല്ലേ. ലോകായുക്ത എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഒരു ടൂത്ത്ലെസ് ടൈഗർ ആണ്. ടൂത്ത്ലെസ് ടൈഗർ എന്ന് തന്നെ വിളിച്ച ആളുടെ പേര് എസ് നരിമാൻ. ജസ്റ്റിസ് എസ് നരിമാൻ. ഇനി അത് കഴിഞ്ഞ് FCRA നമ്മളിപ്പോൾ ഹൈലി നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് പല പല NGOs ഉണ്ട്. ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും വിദേശത്തു നിന്നുള്ള ഫണ്ട് സ്വീകരിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. പല സ്കൂളുകളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്, NGOs എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് ഫോറിൻ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ സോഴ്സ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ പുതിയ ബില്ല് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഹൈലി കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ FCRAയും ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ലോക്പാലിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ പ്രസൻറ്റ് സിനാരിയോയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. FCRAയിൽ 10 ലക്ഷത്തിൽ കൂടുതൽ, അതായത് ഒരു വർഷത്തിൽ 10 ലക്ഷത്തിൽ കൂടുതലാണ് അവർക്ക് കിട്ടുന്ന സോഴ്സ് ഇൻകം എങ്കിൽ, അല്ലെങ്കിൽ ഇൻകം മീൻസ് അവർ ഈ ഒരു ഫോറിൻ കോൺട്രിബ്യൂഷനായിട്ട് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഒരു 10 ലക്ഷത്തിൽ കൂടുതലാണ് പെർ ഇയർ. ഒരു വർഷത്തിൽ 10 ലക്ഷത്തിൽ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ ദേ ആർ അണ്ടർ ലോക്പാൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 ലക്ഷത്തിൽ കുറവൊക്കെയാണ് എമൗണ്ട് എങ്കിൽ അവർ ലോക്പാലിൻ്റെ അണ്ടറിലല്ല. പക്ഷെ ഒരു വർഷം 10 ലക്ഷത്തിൽ കൂടുതലൊക്കെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ അണ്ടർ ലോക്പാൽ. അപ്പോൾ അഴിമതി കാണിക്കാനായിട്ട് അവർക്ക് പറ്റില്ല. ലോക്പാൽ കൺഫേർഡ് വിത്ത് പവർ ടു ഗ്രാൻഡ് സാങ്ഷൻ ഓഫ് പ്രോസിക്യൂഷൻ ഓഫ് പബ്ലിക് സെർവൻസ്. അതുപോലെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഖാൻ സോമോട്ടോ. സോമോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. സോമോട്ടോ SUOMOTO എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്വമേധയാ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് ഇവർക്ക് സ്വമേധയാ കേസൊന്നും എടുക്കാൻ പറ്റില്ല. പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ ഒരു അഴിമതി കണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കാണിച്ചെന്ന് തോന്നുന്നു എന്നും പറഞ്ഞിട്ട് അവർക്ക് സ്വന്തമായിട്ട് അങ്ങ് കേസെടുക്കാനൊന്നും പറ്റില്ല പ്രധാനമന്ത്രിക്കെതിരെ. അത് റിട്ടേൺ ഫോമിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടിയേ പറ്റൂ. ആ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കംപ്ലൈൻറ്റിൻ്റെ ഫോർമാറ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഇൻട്രൊഡക്ഷൻ. അതിൻ്റെ ഉള്ളടക്കത്തേക്കാൾ ആ കാര്യം എത്ര ഗൗരവമുള്ളതാണെങ്കിലും ആ ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അതൊരു പോരായ്മയാണ് അല്ലേ. അപ്പം ആ ഫോർമാറ്റാണ് അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത്, അല്ലാതെ അതിൻ്റെ ഉള്ളടക്കത്തേക്കാൾ അതിൻ്റെ രൂപത്തിന് ആണ് കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പം ഒരു പൊതുപ്രവർത്തകത്തിനെതിരെയും എന്താണ് സ്വമേധയാ അവർക്ക് നടപടിയെടുക്കാൻ കഴിയില്ല. അതുപോലെ വ്യാജമായിട്ടുള്ള പരാതികളൊക്കെയാണ് ഇപ്പോൾ ഒരാൾ കൊടുത്തതെന്ന് വെച്ചോ, അപ്പോൾ അവർക്കെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള കടുത്ത ശിക്ഷ ഉണ്ടാവും. അതായത് 1 ഇയറോളം ഇംപ്രിസൺമെൻറ്റ് ഉണ്ടാവും. പിന്നെ 1 lakh rupees പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കേസ് ഉള്ളതാണെങ്കിൽ പോലും, യഥാർത്ഥത്തിലുള്ള കേസാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കാൻ മടിക്കും. കാരണം വ്യാജമാണെന്നൊക്കെ പറഞ്ഞ് ഇതായിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയും പോവും, 1 ഇയർ ഇംപ്രിസൺമെൻറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ ആ കടുത്ത ശിക്ഷാ നടപടി വളരെയധികം പോരായ്മ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അനോണിമസ് ആയിട്ടുള്ള ഒരു പരാതിയും സ്വീകരിക്കത്തില്ല. റിട്ടേൺ ഫോമിൽ തന്നെ ജെന്യൂൻ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വെച്ച് കൊടുക്കണം. പരാതി ഉന്നയിക്കപ്പെട്ട പൊതുപ്രവർത്തകന് സഹായം നൽകുന്നു അല്ലേ. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ലേ, ഒരു പോരായ്മയായിട്ട് പറയാം. അതായത് ആർക്കെതിരെയാണോ ഇത്, പൊതുപ്രവർത്തകനെതിരെയാണോ ഇത് കൊടുത്തിട്ടുള്ളത്, അയാൾക്ക് നിയമസഹായം ലഭിക്കുന്നു എന്നുള്ളതും കാര്യമാണ്. അതുപോലെ തന്നെ പരാതികൾ നൽകുന്നതിന് 7 വർഷത്തെ സമയപരിധി മാത്രമേ ഉള്ളൂ. അപ്പോൾ 7 വർഷം മുന്നെയാണ് ഒരു കാര്യം ചെയ്തത്, നമ്മൾ ആ ഒരു സമയത്തുണ്ടായ ഒഫൻസാണ്. അപ്പോൾ 7 വർഷത്തിനുള്ളിൽ തന്നെ പരാതി കൊടുക്കണം. 7 വർഷം കഴിഞ്ഞാൽ പിന്നെ അന്ന് അഴിമതി കാണിച്ചു എന്നും പറഞ്ഞിട്ട് പിന്നെ ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അതും ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാം. PM-നെതിരെയുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒട്ടും സുതാര്യമല്ല. ഞാൻ നേരത്തെ CBI ഇൻവെസ്റ്റിഗേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേ മനസ്സിലായില്ലേ, ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യം. PM ആണ് അതിൻ്റെ ചെയർപേഴ്സൺ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇതൊന്നും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ചില സ്റ്റേറ്റുകളിൽ ലോകായുക്തയുണ്ട്. അതുകൂടാതെ തന്നെ ഉപലോകായുക്ത എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്ഥാപനം കൂടെ ഉണ്ടാവുന്നുണ്ട്. കേരളത്തിലൊക്കെ ഉപലോകായുക്തയുണ്ട്. ലോകായുക്ത ഇല്ലാതെ ലോകായുക്ത മാത്രമുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്, ബീഹാർ, UP, ഹിമാചൽ പ്രദേശൊക്കെ. ഇനി എന്താണ് ലോക്പാൽ ലോകായുക്ത ആക്ട് 2013 പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്പാൽ നിയമം വന്നിട്ട് 1 വർഷത്തിനുള്ളിൽ ലോകായുക്ത വരണം എന്നാണ്. ആ ആക്ട് പാസ്സായി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ലോകായുക്തയും പാസ്സാവണമെന്നാണ് ആ ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ are required to set up the office of the ലോകായുക്ത within 1 year from the commencement of the act എന്നാണ് ആ നിയമത്തിൽ പറഞ്ഞിരുന്നത്. നിയമം വന്നു 2014 ജനുവരി 26. അത് കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ എന്ത് പാസ്സാവണം? എല്ലാ സംസ്ഥാനങ്ങളും ലോകായുക്ത വരണം. കേരളത്തിൽ അതിന് മുന്നേ തുടങ്ങിയിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. ഇനി
ഈ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചില കേസസിൽ അദ്ദേഹത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് കേസസ് ഇൻവോൾവിംഗ് ഇന്റർനാഷണൽ റിലേഷൻസ്, സെക്യൂരിറ്റി, അറ്റോമിക് എനർജി ആൻഡ് സ്പേസ് ആർ എക്സ്ക്ലൂഡഡ്. സ്പേസ്, അറ്റോമിക് എനർജി, സെക്യൂരിറ്റി, ഇന്റർനാഷണൽ റിലേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും പ്രൈം മിനിസ്റ്ററിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ കേസുകളിൽ നിന്നാണ് അദ്ദേഹത്തെ എക്സ്ക്ലൂഡ് ചെയ്തതെന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈം മിനിസ്റ്ററിനെ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും അത്ര എളുപ്പമല്ല. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ആ ഫുൾ ബെഞ്ചിൻ്റെ, ആ ലോക്പാലിലുള്ള ഫുൾ ബെഞ്ച് അല്ലെങ്കിൽ 2/3 മെജോറിറ്റിയുടെ സപ്പോർട്ട് വേണം. 2/3 ആൾക്കാരുടെ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ സപ്പോർട്ട്, എന്നാൽ അന്വേഷിക്കാം, ഈ പരാതി നമുക്ക് പരിഗണിക്കാം എന്ന് ഈ 2/3 ആൾക്കാരും പറഞ്ഞാൽ മാത്രമേ പ്രൈം മിനിസ്റ്ററിന് അഗനിസ്റ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കത്തുള്ളൂ. അല്ലാതെ കേസ് വന്നെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ആ ഒരു അപ്രൂവൽ വേണം. 2/3 മെജോറിറ്റിയുടെ അപ്രൂവൽ വേണം. 2/3 മെജോറിറ്റിയുടെ എന്ത് വേണം? 2/3 ആൾക്കാരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ക്യാൻ ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഓൺലി വിത്ത് സ്പെഷ്യൽ കണ്ടീഷൻസ് ആൻഡ് എക്സ്ക്ലൂഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ 116ാമത്തെ അമെൻമെൻറ്റ് 2011 കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ് 116ാമത്തെ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അമെൻമെൻറ്റ് പ്രകാരം പറയുന്നത് ഈ ഒരു ലോക്പാലിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ അമെൻമെൻറ്റ് ഫെയിലായി. കാരണം ഇത് എന്താണ്, ലോക്സഭ അംഗീകരിച്ചില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് കൊടുക്കുന്ന കാര്യം അംഗീകരിച്ചില്ല. അത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന അമെൻമെൻറ്റ് എന്തായിരുന്നു? 116ാമത്തെ അമെൻമെൻറ്റ് ആയിരുന്നു. ദാറ്റ് വാസ് ഇൻ 2011. അതായത് നമ്മുടെ JDC പ്രണബ് മുഖർജി കൂടിയ സമയത്ത് അന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ അത് കൊടുക്കാനായിട്ട് പറ്റിയില്ല. ലോക്സഭയിൽ അത് ഫെയിലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാൻഡേറ്ററി ആയിട്ട് മാറുമല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർഫുള്ളായി കഴിഞ്ഞാൽ വല്ലതും പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് അവർ സമ്മതിക്കുമോ? ഇല്ല. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ഇസ് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 വാസ് പാസ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 253 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ ആർട്ടിക്കിൾ 253-ൽ 253 ആർട്ടിക്കിൾ 253 പ്രകാരമാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് നിയമം വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 253, 252 ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. നമുക്കറിയാം ആർട്ടിക്കിൾ 245 തൊട്ട് 255 വരെ എന്തിനെക്കുറിച്ചാണ് ഡീൽ ചെയ്തിരിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് അത്? നമ്മുടെ 7th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു ഉള്ളത്? യൂണിയൻ ലിസ്റ്റ്. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് ഒക്കെ പഠിച്ചതാണ് അല്ലേ? അതുപോലെ ഇവിടെയും എന്താണ് ആർട്ടിക്കിൾ 252 252 എന്താണെന്ന് ഞാൻ പറയാം. 252 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നടത്താൻ സംസ്ഥാന നിയമസഭകൾക്കാണ് അധികാരമുള്ളതല്ലേ? അപ്പോൾ പക്ഷേ ചില സിറ്റുവേഷൻസിൽ വരുമ്പോഴത്തേക്കും രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ സമ്മതത്തോടെ സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നതാണ് ആർട്ടിക്കിൾ 252. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താണ് നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് സാധിക്കും എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് തരികയാണ്. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ എപ്പോഴും നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ച് വേണം എഴുതാൻ. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി എഴുതും സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സ് ആണെന്ന് നമ്മൾ പറയും. പക്ഷേ ആർട്ടിക്കിൾ 252 എന്ന് പറഞ്ഞിട്ടുള്ളതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 252 പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ലിസ്റ്റിൽ പെട്ട വിഷയങ്ങളിലും പാർലമെൻറ്റിന് ഇടപെടാം. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങളുടെ സമ്മതം വേണം. ആ സമ്മതത്തോടു കൂടി ആ വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താനായിട്ട് അധികാരം നൽകുന്നു. എന്നിട്ട് നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ പക്ഷേയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമ്മതം നൽകിയ സംസ്ഥാനങ്ങൾക്കും ഇനി ആ നിയമം അംഗീകരിക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങൾ കാണും അല്ലേ? അവർക്ക് മാത്രം ആ റൂൾ ഒബേ ചെയ്താൽ മതി. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ നിന്നാലും കുഴപ്പമില്ല. അവരെ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ ഇങ്ങനെ മാറ്റം വേണം എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലും സമ്മതം കൊടുത്ത സംസ്ഥാനങ്ങളിലും പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഇത് അംഗീകരിക്കാൻ റെഡി ആയിട്ടുള്ള സംസ്ഥാനങ്ങളിലും മാത്രം ഇത് പ്രാബല്യത്തിൽ വരും. പിന്നെ ഇവർക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല? അംഗീകരിച്ചിട്ട് പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്റ്റ് അല്ലേ? പാർലമെൻറ്റ് നേരത്തെ ചെയ്ത ആ ഒരു നിയമം ഇനി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, കുറച്ച് ചേഞ്ച് വരുത്തണമെന്ന് പറഞ്ഞ് ഈ അംഗീകരിച്ച സംസ്ഥാനങ്ങളെല്ലാം കൂടെ അതിനെ അങ്ങ് മാറ്റിക്കളയാമെന്ന് വിചാരിച്ച നിയമസഭയിൽ വെച്ച് അത് പറ്റില്ല. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിനെ ഒരിക്കലും ഭേദഗതി ചെയ്യാനോ ഒന്നും പറ്റില്ല. അത് പാർലമെൻറ്റിന് മാത്രമേ അത് മാറ്റാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. പലപ്പോഴും ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ്.
അപ്പം എന്താണ് ഇനി ആർട്ടിക്കിൾ 253 253 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് അലോസ് ദ പാർലമെൻറ്റ് ടു മേക്ക് ലോസ് റിലേറ്റഡ് ടു ഇൻ്റർനാഷണൽ എന്താണ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അന്തർദേശീയമായിട്ടുള്ള കുറച്ച് ഉടമ്പടി കാര്യങ്ങളൊക്കെ കാണും അല്ലേ. അങ്ങനെയുള്ള ഉടമ്പടികളൊക്കെ വരുമ്പോഴത്തേക്കും അതിന്മേൽ പാർലമെൻറ്റ് നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞാണ് 253. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഉടമ്പടിയാണ് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, അഴിമതിക്കെതിരായ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഇന്ത്യ 2011 അംഗീകരിച്ചിട്ടുണ്ട്. അതായത് 2011 പല പല മാറ്റങ്ങൾ ഉണ്ടായതല്ലേ. അപ്പോൾ ഈ അഴിമതിക്കെതിരായിട്ട് എന്താണ് ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. അത് ഇന്ത്യ 2011 ആയപ്പോൾ അതിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു കാര്യത്തിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉടമ്പടി അംഗീകരിച്ചത് കൊണ്ട് തന്നെ ആ ഉടമ്പടിയിന്മേൽ ആ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഉടമ്പടിയിന്മേൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയമനിർമ്മാണം നടത്താൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 253. അതായത് അന്തർദേശീയമായിട്ടുള്ള എന്തെങ്കിലും ഉടമ്പടികൾ ഉണ്ടെങ്കിൽ അതിന്മേൽ അത് അംഗീകരിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യമെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്താനായിട്ട് പാർലമെൻറ്റിന് അധികാരം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള കാര്യങ്ങളെ വെച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ ഉടമ്പടിയെ അംഗീകരിച്ച സ്ഥിതിക്ക് അതിനെതിരായിട്ടുള്ള എന്താണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് കൊണ്ടുവരുന്നതിന് എന്താണ് ഗവൺമെൻറ്റിന് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇങ്ങനൊരു നിയമം നിലനിൽക്കുകയാണ്, ഒരു ആർട്ടിക്കിൾ 253 അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഴിമതി തടയൽ എന്നത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ എന്നാൽ അന്താരാഷ്ട്ര കരാറുകൾ നടപ്പിലാക്കാൻ എന്താണ് പാർലമെൻറ്റിന് സംസ്ഥാന വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ ആർട്ടിക്കിൾ 253 അധികാരം നൽകുന്നുണ്ട്. അപ്പം അന്ന് ഭയങ്കര കോൺട്രവേഴ്സി ആയൊരു സംഭവമായിരുന്നു ഇതെന്ന് പറയുന്നത്. കാരണം പാർലമെൻറ്റ് നിയമം നിർമ്മിക്കുന്നു, ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവരാനായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, പക്ഷേ ഗവൺമെൻറ് എങ്ങനെയാണ് പിടിച്ചു നിന്നതെന്ന് വെച്ചാൽ 253 ആർട്ടിക്കിൾ വെച്ചിട്ടാണ്. കാരണം ഈ ആർട്ടിക്കിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ്റർനാഷണൽ ഉടമ്പടികളെ വെച്ചുകൊണ്ട് നമുക്ക് നിയമം നിർമ്മിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയമാണെന്നൊക്കെ പറഞ്ഞ് അന്ന് ഭയങ്കര കോൺട്രവേഴ്സി ആയ ഒരു കാര്യം കൂടിയായിരുന്നു എന്ന് പറയാം. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഓർത്തേക്കുക. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, സെക്ഷൻ 48. ഇനി ഞാൻ ആക്ട് 2013 നിയമത്തിലുള്ള സെക്ഷനുകളെ കുറിച്ചാണ് കുറച്ച് പറയാൻ പോകുന്നത്. സെക്ഷൻ 48 എന്ന് പറഞ്ഞിട്ടുള്ളത്, ലോക്പാൽ മസ്റ്റ് പ്രസൻറ്റ് an annual report to the president which is then laid before both houses of the parliament. ലോക്പാൽ ആർക്ക്, പ്രസിഡന്റിനാണ് ആനുവൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ലോകായുക്ത ആണെങ്കിൽ ഗവർണറിനാണ് ആ ഒരു ആനുവൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് 2 ഹൗസസിന് മുന്നാലെ അത് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്, 48 പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം ആ ഒരു ആക്ടിനെ പറ്റി. ഇനി ഫെബ്രുവരി 2025 ആയപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. റീസെൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെബ്രുവരി 2025 സുപ്രീം കോർട്ട് സ്റ്റേഡ് ലോക്പാൽ ഓർഡർ, ഒരു ലോക്പാൽ ഓർഡറിനെ സ്റ്റേ ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കോർട്ട് എന്ന് പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിമാരെല്ലാവരും ലോക്പാലിൻ്റെ അണ്ടറിൽ വരുമെന്നൊരു തീരുമാനം ലോക്പാലം എടുത്തു. കാരണം എന്ന് വെച്ചാൽ ഈ ഹൈക്കോടതി ജഡ്ജികളെല്ലാം എന്താണ് ഈ ഒരു പബ്ലിക് സെർവൻ്റ് ആയിട്ടങ്ങ് കണക്കാക്കി, അവരെല്ലാം ലോക്പാലിൻ്റെ അണ്ടറിൽ വരുമെന്ന് കണക്കാക്കി. പക്ഷെ സുപ്രീം കോടതി അതിനെ 2025 ഫെബ്രുവരി ആയപ്പോൾ അതിനെ അങ്ങ് സ്റ്റേ ചെയ്തു. കാരണം പറ്റത്തില്ല, ഹൈക്കോടതി ജഡ്ജസിനെ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഈ ലോക്പാൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈക്കോടതി ജഡ്ജിമാർ വന്നതെന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു, ഈ ഒരു 1861 ഒരു ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന 1861 കൊണ്ടുവന്ന ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട്, അതുവഴിയാണ് ഈ ഹൈക്കോർട്ട് ജഡ്ജസ് ഉണ്ടായി വന്നത്, ഒരു നിയമം വഴി. അപ്പോൾ അതുകൊണ്ട് ഇവരെയും പബ്ലിക് സെർവൻസ് ആയിട്ട് കണക്കാക്കി അതിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഇവരെന്താ പറയുന്നത്, റൂളിംഗ് ദേ ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷണറീസ് ഇമ്മ്യൂൺ ഫ്രം ലോക്പാൽ ഓവർസൈറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷണറീസ് ആണ് ഇവരെ ലോക്പാൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഹൈക്കോടതി ജഡ്ജസിനെ ഉൾപ്പെടുത്തി അതിനെ എടുത്തു കളഞ്ഞത്, സുപ്രീം കോർട്ട് ആ ഒരു ഹൈക്കോടതി ജഡ്ജസിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് ഏതെന്ന് പറയുന്നത് ഫെബ്രുവരി 2025 അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി നിങ്ങൾ. അപ്പോൾ എന്താണ്, legal interpretations have placed Lokpal on the level of an administrative tribunal with recommendatory powers. അതായത് ലോക്പാലിനെ ഏത് ലെവലിലാണ് കണക്കാക്കുന്നതെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആയിട്ടാണ് കണക്കാക്കുന്നത്, വിത്ത് റെക്കമെൻഡേറ്ററി പവേഴ്സ്. അതായത് ശുപാർശകൾ, റെക്കമെൻഡേഷനുള്ള കഴിവുണ്ട് അവർക്ക്. അതായത് പലരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള അവകാശമുണ്ട് ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്. പിന്നെ അവർക്ക്
എന്താണ് CBI ഓഫീസറിന് ഒരു അനുവാദം കിട്ടിയാലേ മാറ്റാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇവർക്കെതിരായിട്ട് ഇവരെ ട്രാൻസ്ഫർ ചെയ്യിക്കാനും കാര്യങ്ങൾക്കൊക്കെ അഴിമതി ചെയ്തവരെയൊക്കെ അതിന് റെക്കമെൻഡ് ചെയ്യാൻ പവറുണ്ട്. ഇവർക്ക് റെക്കമെൻഡേറ്ററി പവേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആയിട്ടാണ് ആരെ കണക്കാക്കുന്നത്? ലോക്പാലിനെ കണക്കാക്കുന്നത്. പിന്നെ നമ്മുടെ ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് CVC, അത് ഫോം ചെയ്തത് 1964 സന്താനം കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1962 സന്താനം കമ്മിറ്റി വരുന്നത്. അപ്പോൾ അതിൻ്റെ ശുപാർശ പ്രകാരം ആണ് CVC എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപപ്പെടുന്നത് 1964. അതുപോലെ തന്നെ ഈ സന്താനം കമ്മിറ്റിയാണ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് വേണ്ടി ശുപാർശ ചെയ്യുന്നതും സന്താനം കമ്മിറ്റിയാണെന്ന് പറയാം. അതുപോലെ സെക്ഷൻ 37 പറഞ്ഞിരുന്നത്, സെക്ഷൻ 48 ആനുവൽ റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുക്കണം എന്ന് പറഞ്ഞത് അല്ലേ. ഈ സെക്ഷൻ 37 പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയർപേഴ്സണിനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിലുള്ള ലോക്പാലിലുള്ള ഒരു മെമ്പറിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 100ഓളം MP-മാരെങ്കിലും എന്ത് ചെയ്യണം, പാർലമെൻറ്റുള്ള 100ഓളം MP-മാരെങ്കിലും സൈൻ ചെയ്തൊരു പെറ്റീഷൻ പ്രസിഡന്റിന് മുന്നാകെ സമർപ്പിക്കണം. എന്നാൽ മാത്രമേ പ്രസിഡന്റിന് അവരെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെറുതെ അങ്ങ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് സെക്ഷൻ 37 പറഞ്ഞിരിക്കുന്നത്. ലോക്പാൽ ലോകായുക്ത ആക്ടിലെ അമെൻമെൻറ്റ് ആക്ട് 2016 പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ലോക്സഭയിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ പോലും സഭയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിന് ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗമാകാൻ അനുവാദം നൽകുന്നു എന്നുള്ളത്. സെക്ഷൻ 44 നമ്മൾ 30 ഡേയ്സിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ അമെൻമെൻറ്റ് വഴി ആ 30 ദിവസം എന്നുള്ളത് മാറ്റി ടൈം ലിമിറ്റ് മാറ്റിക്കളഞ്ഞു അല്ലേ. അതായത് അസറ്റ് കയറിക്കഴിഞ്ഞ് ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ അസറ്റ്സ് കാര്യങ്ങളൊക്കെ ഫർണിഷ് ചെയ്യണമെന്നായിരുന്നു റൂൾ. പക്ഷേ 30 ദിവസം ഇപ്പോൾ 2016 അമെൻമെൻറ്റ് വഴി എടുത്ത് കളഞ്ഞു. അപ്പോൾ സെക്ഷൻ 44 ആ ഒരു 30 ദിവസത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നത്. ഇനി അത് കഴിഞ്ഞ് സെക്ഷൻ 4 ക്ലോഷർ 3 അതിൽ പറഞ്ഞിരിക്കുന്നത് സെലക്ഷൻ കമ്മിറ്റിയിലെ അതിനെ എന്താണ് അവരെ അസിസ്റ്റ് ചെയ്യാൻ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാവും. ആ സെർച്ച് കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 7. അതാണ് ക്ലോഷർ 3 പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 35 പറഞ്ഞിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കോർട്ട് സെറ്റപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അന്വേഷിക്കേണ്ട, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ എംപവർ ചെയ്യുന്ന ഒരു റൂളാണിതെന്ന് പറയുന്നത്. സെക്ഷൻ 35 എംപവേഴ്സ് സെൻട്രൽ ഗവൺമെൻറ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് സ്പെഷ്യൽ കോർട്ട്സ് ടു ഹിയർ കറപ്ഷൻ കേസസ്. ഈ സെക്ഷൻ 46 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 year imprisonment and 1 lakh fine for whoever making false and frivolous complaints. ഫാൾസ് കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് 1 year imprisonment 1 lakh ഫൈനും ആണുള്ളത്. അത് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 46 പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സെക്ഷൻ 48 നമ്മൾ കണ്ടു, അത് കഴിഞ്ഞ് സെക്ഷൻ 37 നമ്മൾ കണ്ടു, സെക്ഷൻ 44, സെക്ഷൻ 4 ക്ലോഷർ 3, സെക്ഷൻ 35, സെക്ഷൻ 46 ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 20 അതിൽ ക്ലോഷർ 4 അതിലാണ് പ്രിലിമിനറി എൻക്വയറിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 3 months സമയം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഇപ്പോൾ IFS പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ അതിലൊക്കെ വർക്ക് ചെയ്യുന്നവർ. അപ്പം ഇന്ത്യക്ക് പുറത്തുള്ള ഔട്ട്സൈഡായിട്ട് വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള പബ്ലിക് സർവൻസ് ഈസ് ഓൾസോ അണ്ടർ ദ കൺട്രോൾ ഓഫ് ലോക്പാൽ. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം ലോക്പാൽ ഇന്ത്യക്കകത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വരുന്ന എല്ലാ ആൾക്കാരും, പബ്ലിക് സർവൻസ് ആയിട്ട് വരുന്ന എല്ലാ ആൾക്കാരും വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് കൺട്രി ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ലോക്പാൽ. ദെൻ നെക്സ്റ്റ് പിന്നെന്താണ്, ഈ ഒരു ബില്ല് പാസ്സാക്കാൻ പല തവണ ഈ ഒരു ബില്ല് ഫെയിലായതാണല്ലേ. ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്ന് പറഞ്ഞാൽ ഏകദേശം 10 തവണയോളം ഫെയിലായ ഒരു കാര്യമാണ്. അപ്പം പക്ഷേ എന്ന് പറയുന്നത് 4ാമത്തെ തവണ ഇത് പക്ഷേ ലോക്സഭയിൽ ഇത് അത് പാസ്സായി. പക്ഷേ രാജ്യസഭയിൽ ഇത് പാസ്സായില്ല. 4ാമത്തെ ബില്ലാണ്. 4ാമത്തെ തവണ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ലോക്സഭയിൽ അത് പാസ്സാവുന്നത് 1969. അത് പിന്നെ രാജ്യസഭയിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവസാനം പാസ്സാവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാജ്യസഭയിലാണ് ആദ്യം അംഗീകരിക്കുന്നത്, പിന്നെ ലോക്സഭയിൽ. അതായത് December 17, 2013 രാജ്യസഭ, ദെൻ December 18, 2013 ലോക്സഭ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ബില്ല് ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ആരായിരുന്നു? ശാന്തിഭൂഷൺ ആയിരുന്നു. എന്നായിരുന്നു 1968 മെയ് 9. ഡേറ്റും കൂടെ പഠിച്ചു വയ്ക്കുക, 1968 മെയ് 9. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ലോക്പാൽ, ലോകായുക്ത. ദാറ്റ്സ് അപ് ടു ദിസ്.